സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. മലയോര മേഖലകളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. അഖിൽ പാലോട്ടുപടം ചേരുകയാണ്. അതിലേക്ക് വരും മുമ്പ് കൃത്യമായ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. കാരണം മഴ കനക്കുമ്പോൾ കൂടുതൽ ജാഗ്രതാപൂർവ്വം തന്നെ മുന്നോട്ട് പോകണം. കാരണം ഈ ഒരു അവസരത്തിൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടങ്ങൾ കൂടുതലാണ്. വഴിയിൽ ഇറങ്ങി നടക്കുമ്പോൾ KSEB ലൈനോ അല്ലെങ്കിൽ മറ്റ് വൈദ്യുതി കമ്പികളോ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ഒരു ധാരണയോടെ തന്നെ പൊതുവഴികളിൽ നടക്കുക എന്നത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. ഓണ അവധിക്ക് ശേഷം സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളെല്ലാം തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് എന്തൊക്കെ കൂടുതൽ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? സംസ്ഥാനത്ത് മഴ കടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പായി ലഭിക്കുന്നത്. രാവിലെ 7 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 9 ജില്ലകളിലായി ഉയർത്തിയിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, അങ്ങനെ മുകളിൽ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ബംഗാൾ ഉൾക്കടലിൽ അതിന്റെ തമിഴ്നാട് തീരത്ത് 2 ചക്രവാത ചുഴികൾ രൂപപ്പെടുന്നത് അത് കേരള തീരത്ത് മഴയുടെ ആക്കം കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മഴയ്ക്ക് കൂടുതൽ കാഠിന്യമേറും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതുകൊണ്ട് എന്തായാലും കേരളത്തിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. ശരി, അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.